ചുക്ക് കാപ്പിയാണ് താരം. ചുക്ക് കാപ്പി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? കരിപ്പെട്ടി കാപ്പി എന്ന് ചിലർ പറയും, ചിലർ പനിക്കാപ്പി എന്ന് പറയും. എന്താണെങ്കിലും ഇതിലൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് സെയിം ആണ്. അപ്പം കരിപ്പെട്ടി കാപ്പി, ചുക്ക് കാപ്പി, പനിക്കാപ്പി ഇതൊക്കെ ഇടാൻ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താണ് ഇപ്പോൾ ഇതിനുള്ള പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, COVID-19 അതായത് കൊറോണ വൈറസ് ഡിസീസിനെ പ്രതിരോധിക്കാനായിട്ട് ആയുർവേദം അനുശാസിക്കുന്ന ചില നിർദ്ദേശങ്ങൾ നമുക്ക് മിനിസ്ട്രി ഓഫ് ആയുഷ്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ആയുഷ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പറയുന്ന 12 നിർദ്ദേശങ്ങളിൽ ഒന്ന് ദിവസവും രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചുക്ക് കാപ്പി കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ 12 നിർദ്ദേശങ്ങൾ എന്നറിയണ്ടേ? ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യകളുണ്ട്, ഋതുചര്യകളുണ്ട്. ദിനചര്യകൾ എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഋതുചര്യ എന്ന് പറയുമ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ, പ്രത്യേക കാലങ്ങളിൽ മാത്രം ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ കോട്ടയ്ക്കലുള്ള PM വാര്യർ വൈദ്യർ ഉൾപ്പെടെയുള്ള 16 അംഗ വൈദ്യ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു 12 പോയിന്റ്സ് ആണ് മിനിസ്ട്രി ഓഫ് ആയുഷ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് പാട്ടുകളുടെ കൂട്ടുകാരി നീനു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സ്വാഭാവികമായി എങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാം എന്നുള്ളതാണ് ഈ നിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത്. ഇപ്പോൾ പല ഡോക്ടർമാര് അല്ലെങ്കിൽ പല വ്യക്തികൾ അല്ലെങ്കിൽ പല വെബ്സൈറ്റുകൾ, പല ആളുകൾ പല സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. COVID-19 പ്രതിരോധിക്കാൻ ഇന്ന കാര്യം ചെയ്യാം, ഇന്ന കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കാം, ഈ സോപ്പ് തേക്കാം എന്ന് ഒരാൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പലരും പലതാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ കൃത്യമായി ആയുർവേദം അനുശാസിക്കുന്ന 12 നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ എവിടെയും പോകണ്ട. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മിനിസ്ട്രി ഓഫ് ആയുഷ് പബ്ലിഷ് ചെയ്തിട്ടുള്ള 12 പോയിന്റ്സ് ആണ്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ഇടയ്ക്കിടെ ചെറു ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ഇത് കുടിക്കുന്ന വെള്ളം ചെറു ചൂട് വെള്ളമാക്കി മാറ്റുക. രണ്ടാമത്തെ പോയിന്റ്, ഡെയിലി 30 മിനിറ്റ് നേരം യോഗ പ്രാക്ടീസ് ചെയ്യുക. അതല്ലെങ്കിൽ പ്രാണായാമം, അതല്ലെങ്കിൽ മെഡിറ്റേഷൻ. ഇതിനു വേണ്ടി ഒരു 30 മിനിറ്റ് സമയം ശരീരാരോഗ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. മൂന്നാമത്തെ പോയിന്റ്, പാചകം ചെയ്യുമ്പോൾ നിർബന്ധമായും ഈ 4 വസ്തുക്കൾ ഉപയോഗിക്കുക. 1 മല്ലി, 2 മഞ്ഞൾ, 3 ജീരകം, 4 വെളുത്തുള്ളി. ഇത് 4ഉം ഉൾപ്പെടുത്തി വേണം പാചകം ചെയ്യാൻ, കറികൾ അല്ലെങ്കിൽ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇനി നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ചില നിർദ്ദേശങ്ങൾ അവർ തന്നിട്ടുണ്ട്. അതിൽ 1 എന്ന് പറയുന്നത് രാവിലെ 10 ഗ്രാം, ഏകദേശം 1 ടേബിൾ സ്പൂൺ വരും, 10 ഗ്രാം ചവനപ്രാശം കഴിക്കുക എന്നുള്ളതാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഷുഗർ ഫ്രീ ചവനപ്രാശം കഴിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ഹെർബൽ ടീ കുടിക്കുക എന്ന് പറയും. അവിടെയാണ് ഞാൻ പറഞ്ഞ ചുക്ക് കാപ്പി താരമാവുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഇതിനെ കട എന്ന് പറയും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തുളസി, പട്ട, കുരുമുളക്, ചുക്ക്, കരിപ്പെട്ടി, ഉണക്കമുന്തിരി ഇത് ഇത്രയും ചേർത്ത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് അത് 2 മിനിറ്റ് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ആവശ്യമെങ്കിൽ ഇതിന്റെ കൂടെ ലൈം ജ്യൂസ്, നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കുടിക്കുന്നതാണ് നോർത്ത് ഇന്ത്യക്കാരുടെ കട എന്ന് പറയുന്ന ആ ഒരു ഹെർബൽ ടീ അല്ലെങ്കിൽ ആ ഒരു മെഡിസിനൽ ഡ്രിങ്ക് എന്ന് പറയാം. പക്ഷെ നമ്മുടെ കരിപ്പെട്ടി കാപ്പി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇതിന്റെ കൂട്ടത്തിലേക്ക് ഈ പറയുന്ന ചേരുവകളുടെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് എന്ന് പറയുന്നത് മല്ലിയും ജീരകം ചേർക്കാറുണ്ട്, ചിലര് ഗ്രാമ്പൂ ചേർക്കാറുണ്ട്. പിന്നെ കിട്ടുമെങ്കിൽ പനിക്കൂർക്ക ഇല എന്ന് പറയും, നവര ഇല എന്നും പറയും, പനിക്കൂർക്ക ഇലയും ചിലർ ചേർക്കാറുണ്ട്. അപ്പം ഇതിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ച ശേഷം കുടിക്കുന്നതാണ് നമ്മുടെ ചുക്ക് കാപ്പി. അപ്പം എന്താണെങ്കിലും രണ്ടാണെങ്കിലും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പം ഇത് ഡെയിലി 1 തവണ അല്ലെങ്കിൽ 2 തവണ കുടിക്കാനാണ് മിനിസ്ട്രി ഓഫ് ആയുഷ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഗോൾഡൻ മിൽക്ക് അല്ലെങ്കിൽ ഹൽദി മിൽക്ക് എന്ന് പറയും. അതായത് പാലിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുടിക്കുന്നതാണ്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ ജലദോഷം വന്നാൽ തന്നെ കൊടുക്കുന്ന ഒരു മരുന്ന് പോലെ കൊടുക്കുന്ന ഒരു പാനീയമാണ്. അത് ഡെയിലി കുടിപ്പിക്കുന്നത് കൊണ്ടും തെറ്റില്ല. ഇതും രാവിലെയും വൈകുന്നേരവും കുടിക്കുന്നത് ശീലമാക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. മഞ്ഞളിന്റെ ഗുണവും പാലുമായി ചേരുമ്പോൾ ഉണ്ടാവുന്ന കുറെ ഗുണങ്ങൾ കൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ടും നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നെയ്സൽ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ചില വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയുർവേദ ചര്യകളാണ്. നെയ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എള്ളെണ്ണ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ, ഇതൊന്നും അല്ലെങ്കിൽ നെയ്യ് 2 മൂക്കിന്റെയും അറ്റത്ത് പുരട്ടി കൊടുക്കുക എന്ന് പറയും, രാവിലെയും വൈകുന്നേരവും. അതല്ലെങ്കിൽ ഓയിൽ പുള്ളിംഗ് തെറാപ്പി ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ നമ്മുടെ വായിൽ കൊള്ളുക, വായിൽ കൊണ്ട ശേഷം തുപ്പിക്കളയുക. അതിനുശേഷം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് വീണ്ടും കുലുക്കൊഴിഞ്ഞ് വാ നല്ലതുപോലെ വൃത്തിയാക്കി തുപ്പിക്കളയുക. ഇത് രാവിലെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. രാവിലെ മാത്രമല്ല, രാവിലെയും വൈകുന്നേരം ചെയ്യുന്നതും നല്ലതാണെന്നും മിനിസ്ട്രി ഓഫ് ആയുഷ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി അഥവാ നമുക്ക് തൊണ്ടവേദന അല്ലെങ്കിൽ ചുമയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം.
പുതിനയില, മിന്റ് ലീവ്സ് ഇല്ലേ, മിന്റ് ലീവ്സ് ഇട്ട വെള്ളം ആവി കൊള്ളുക, അതല്ലെങ്കിൽ അയ്മോദകമിട്ട വെള്ളം ആവി കൊള്ളുക. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഗ്രാമ്പു പൊടിച്ച് പഞ്ചസാരയുടെ കൂടെ ചേർത്ത് കഴിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് 2-3 തവണ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. നമ്മുടെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും എന്ന് പറയുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 12ാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്, ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾക്ക് ഈ സിംറ്റംസ് തുടരുകയാണ്, അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ തൊണ്ടവേദന, ചുമയൊക്കെ തുടരുകയാണെങ്കിൽ നിർബന്ധമായും ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക, അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. എന്താണെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് 11 പോയിന്റും. 12ാമത്തെ പോയിന്റാണ് നമുക്ക് സിവിയർ ആയിട്ടുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക എന്ന് പറയുന്നത്. അത് എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു 11 പോയിന്റും തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്ത് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിനിസ്ട്രി ഓഫ് ആയുഷ്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണിത്. ആയുർവേദം ശീലമാക്കുന്നത് നല്ലതാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. പാട്ടുകളുടെ കൂട്ടുകാരി നീനുവിൻ്റെ നമസ്കാരം.